ഹലോ. പല കാരണങ്ങളാൽ ഒരു റെയിൽവേ സ്റ്റേഷൻ അടച്ചതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ നീണ്ട 42 വർഷക്കാലം പ്രേതശല്യം കാരണം ഇന്ത്യൻ റെയിൽവേക്ക് അടച്ചിടേണ്ടി വന്നൊരു റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് അതുള്ളത്. വെസ്റ്റ് ബംഗാളിലെ ബേഗൻകൊട റെയിൽവേ സ്റ്റേഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പശ്ചിമ ബംഗാളിലെ പുരളിയ ജില്ലയിലാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. 1962 സമീപവാസികളുടെ ആവശ്യപ്രകാരം നിർമ്മിച്ച ഈ ഒരു സ്റ്റേഷൻ അതിന് തുടക്ക കാലഘട്ടത്തിൽ വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോയി. എന്നാൽ 5 വർഷങ്ങൾക്കിപ്പുറം 1967 വളരെ വിചിത്രമായ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. അന്നത്തെ സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്ന മോഹൻ വളരെ വിചിത്രമായ ഒരു കാര്യം വന്ന് കാണുകയുണ്ടായി. മറ്റൊന്നുമല്ല അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നത്, അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ട്രാക്കിൽ കുറച്ച് അകലെയായിട്ട് ഒരു സ്ത്രീ നടന്നു നീങ്ങുന്നതാണ് കാണുന്നത്. എന്നാൽ അതേസമയം ആ ട്രാക്കിലൂടെ അവിടെ നിർത്താത്ത ഒരു ട്രെയിൻ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നാൽ ആ ട്രെയിൻ വരുന്നതിൽ യാതൊരു തരത്തിലുള്ള ശ്രദ്ധയും കൊടുക്കാതെ ആ സ്ത്രീ ആ ട്രാക്കിലൂടെ നടന്നു നീങ്ങുകയാണ്. നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആ ട്രെയിൻ അവരുടെ ദേഹത്തൂടെ കടന്നുപോയി. എന്നാൽ അദ്ദേഹത്തെ അമ്പരിപ്പിച്ചത് മറ്റൊരു കാര്യമായിരുന്നു. ആ ട്രെയിൻ പോയ ശേഷവും ആ സ്ത്രീ ആ ട്രാക്കിലൂടെ നടന്നു നീങ്ങുന്നതാണ് ഇദ്ദേഹം കാണുന്നത്. ഈ ഒരു കാഴ്ച കണ്ട് പരിഭ്രാന്തനായ മോഹൻ വളരെ പെട്ടെന്ന് തന്നെ സമീപവാസികളെയും അതുപോലെ തന്നെ മറ്റു റെയിൽവേ ഉദ്യോഗസ്ഥരെയും ഈ വിവരം അറിയിക്കുകയാണ്. എന്നാൽ ആരും തന്നെ ഇദ്ദേഹത്തിന് ഈ ഒരു വാദം മുഖവരക്കെടുത്തില്ല. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ സ്റ്റേഷൻ മാസ്റ്ററും അദ്ദേഹത്തിന്റെ കുടുംബവും ദുരൂഹമായ സാഹചര്യത്തിൽ റെയിൽവേ സ്റ്റേഷൻ ക്വാർട്ടേഴ്സിൽ വെച്ചിട്ട് മരണപ്പെടുകയാണുണ്ടായത്. ഇതോടുകൂടി അന്ന് സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചിന്തിക്കാൻ തുടങ്ങി. തുടർന്നുള്ള ദിവസങ്ങളിൽ സമീപവാസികളിൽ പലരും ഈ രൂപത്തെ കണ്ടു തുടങ്ങി. വെള്ള വസ്ത്രം ധരിച്ച് പ്ലാറ്റ്ഫോമിലൂടെ നൃത്തം ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലൂടെ നടന്നു നീങ്ങുന്ന, ട്രാക്കിലൂടെ നടന്നു നീങ്ങുന്ന, ട്രെയിനുകൾക്കൊപ്പം അതിവേഗത്തിൽ ഓടുന്ന ഈ ഒരു സ്ത്രീ രൂപത്തെ പലരും കണ്ടു ഭയന്നു. പതിയെ പതിയെ ഈ ഒരു ഭയം എല്ലാവരിലേക്കും പടർന്നു. പകൽ സമയങ്ങളിൽ പോലും ബേഗൻകൊട റെയിൽവേ സ്റ്റേഷനിൽ ആരും വരാത്ത അവസ്ഥ. പിന്നീട് വന്ന പല ഉദ്യോഗസ്ഥർക്കും ഇതേ അനുഭവം ഉണ്ടായതിനെ തുടർന്ന് പലരും അവിടെ ഡ്യൂട്ടി എടുക്കാൻ വേണ്ടിയിട്ട് വിസമ്മതിക്കുകയാണ്. ഇതോടുകൂടി തീർത്തും ശൂന്യമായ ഒരു ഇടമായിട്ട് മാറുകയാണ് ബേഗൻകൊട റെയിൽവേ സ്റ്റേഷൻ. ഇതിലൂടെ കടന്നു പോകുന്ന ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ ഈ ഒരു പ്രദേശത്ത് എത്തുന്ന സമയത്ത് ട്രെയിനിൻ്റെ ഷട്ടർ അടച്ചിടുകയും വളരെ നിശബ്ദമായിട്ടിരിക്കുകയും ചെയ്യും. അത്രമേൽ ആളുകളെ ബേഗൻകൊട എന്ന ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഭയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത്രയും മോശമായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ റെയിൽവേയുടെ മുന്നിൽ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ അടച്ചിടുക എന്നല്ലാതെ വേറൊരു വഴിയില്ലായിരുന്നു. അങ്ങനെ നീണ്ട 42 വർഷക്കാലം നമ്മുടെ ഈ ഒരു ബേഗൻകൊട റെയിൽവേ സ്റ്റേഷൻ അടച്ചിടുകയാണ് ചെയ്യുന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടി കുറച്ച് വർഷങ്ങൾക്കിപ്പുറം പാരാനോർമൽ സൊസൈറ്റിയിലെ 12 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഒരു ദിവസം രാത്രി ഇവിടെ തമ്പടിക്കുകയും അവരുടെ ഗവേഷണങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ അവർക്കും യാതൊരു തരത്തിലുള്ള തെളിവുകളോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ഒരു നെഗറ്റീവ് സോഴ്സോ ഒരു എനർജിയോ ഇവിടെ നിന്ന് അവർക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല. വർഷങ്ങൾക്കിപ്പുറം 1990 കാലഘട്ടത്തിൽ സമീപവാസികൾ ഈ ഒരു സ്റ്റേഷൻ പുനരാരംഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ടോ ഇവിടെ ട്രെയിനുകൾ നിർത്താനുള്ള അനുമതി കൊടുക്കണമെന്ന ആവശ്യമായിട്ട് മുന്നോട്ട് വരികയാണ്. ഇതിനായിട്ട് പലതരത്തിലുള്ള നിവേദനങ്ങളും അതുപോലെ തന്നെ കമ്മിറ്റികളും രൂപീകരിക്കുകയാണ്. ഇവരുടെ ഒരുപാട് നാളത്തെ പരിശ്രമത്തിനൊടുവിൽ 2009 സെപ്റ്റംബറിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ബേഗൻകൊട റെയിൽവേ സ്റ്റേഷൻ വീണ്ടും പുനരാരംഭിച്ചു. എന്നാൽ ഇത്രയൊക്കെ ചെയ്തിട്ടും, ഇത്രയൊക്കെ പുരോഗതി മനുഷ്യനിലുണ്ടായിട്ടും, ഇത്രയൊക്കെ കാലം കഴിഞ്ഞിട്ടും ഇന്നും ഈ ഒരു സ്റ്റേഷനിൽ 5 മണിക്ക് ശേഷം ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ പോലും ഇല്ല. ഇരുട്ട് വീണ് കഴിഞ്ഞാൽ ഇവിടം ശൂന്യമാണ്. ഇപ്പോഴും പലരും ആ സ്ത്രീയെ കാണുന്നതായിട്ട് പറയുന്നു. എന്തായിരിക്കും ഇതിന്റെ പിന്നിലുള്ള സത്യം? ആരായിരിക്കാം അത്?